പെടാതെ പഞ്ചേന്ദ്രിയങ്ങളെയും ഭദ്രമായി പിടിച്ചിട്ടും ഭഗവാന്റെ കൈകൾ കൊടുക്കുക. ഇതിനെങ്ങനെ അലസ്യമായിട്ട് സഞ്ചരിക്കാൻ വിടല്ലേ ഭഗവാനെ, എനിക്ക് എന്റെ കൺട്രോൾ തെറ്റണു, അതുകൊണ്ട് ഭഗവാൻ എന്റെ മനസ്സിനെ നിയന്ത്രിക്കണേ, എന്നെ ആ മോഹിപ്പിക്കുന്ന ഒന്നിലേക്കും പെടുത്താതെ മോഹിപ്പിച്ചോ, അങ്ങയില് ഭഗവാനില് ഭഗവത് കാര്യങ്ങളിൽ എന്നെ മോഹിപ്പിച്ചോ, അല്ലാതെ വേറെ ഒന്നിലും എനിക്ക് മോഹം തരാതെ എന്നെ കാത്തുകൊള്ളണേ ഭഗവാനെ എന്ന് പറഞ്ഞ നമ്മുടെ എല്ലാ കർമ്മവും ഭഗവാനിൽ അങ്ങോട്ട് സമർപ്പിക്കുക, നമ്മുടെ കുടുംബത്തെയും അങ്ങോട്ട് കൊടുക്കുക ഭഗവാന്. അങ്ങനെ പറയുമ്പോ ഭഗവാന് പിന്നെ നിവൃത്തിയില്ല കേട്ടോ. ആ ഒരു കാര്യം, നമ്മൾ ഭഗവാന്റെ ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പൊ ഭഗവാന്റെ അടുത്ത് പറയണേ, ഞാൻ ഭഗവാനെ കണ്ടുകൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്, ഭഗവാനെ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത്. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ഇതൊക്കെ ചെയ്യാനും പറയാനുള്ള ശക്തി തരേണ്ട ഡ്യൂട്ടി ആർക്കാണ്? ഉത്തരവാദിത്വം ആർക്കാണ്? ഭഗവാനാണ്. അപ്പൊ ഭഗവാന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വ്യതിചലിക്കുവോ? ഒരിക്കലും വ്യതിചലിക്കില്ല. അത് ഭഗവാന്റെ ഡ്യൂട്ടിയാണ്, ഭഗവാന്റെ കർമ്മാണത്. ആ ഭക്തനെ എനിക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് എന്താ വേണ്ടത്? വിശ്വാസം, ഭഗവാനെ എന്ന് വിളിക്കാനുള്ള ഒരു മനസ്സ്. ഇത് രണ്ടെണ്ണം ഉണ്ടായാൽ മതി, നിങ്ങൾ ഒന്നും കൊടുക്കണ്ട. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ